തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 2,93,000 വോട്ടുകളാണ് 2019 നേടിയത്. എന്നാൽ അത് 2024 ആയപ്പോൾ 4,22,000 വോട്ടുകൾ കരസ്ഥമാക്കി. ഇവിടെയാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് കള്ളക്കളി കളിച്ചതിൻ്റെ സകല തെളിവുകളും ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. CPIയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ കൃത്യമായി തെളിവ് സഹിതം പൊളിച്ചെടുക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ രാജ്യം തന്നെ ഞെട്ടലോടെയാണ് കാണുന്നത്. തൃശ്ശൂരിൽ ഒല്ലൂരിലും പുതുക്കാട്ടിലും ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇപ്പോൾ സംസ്ഥാന കൗൺസിലിലും സംസ്ഥാന കമ്മിറ്റിയിലും വലിയ ചർച്ചയാവുകയാണ്. തൃശ്ശൂരിൽ മാത്രമല്ല, CPIയുടെ മറ്റ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. CPIക്ക് വേണ്ടി ഒരു രീതിയിലും പണിയെടുക്കാത്ത CPIഎമ്മിന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ മനസ്സല്ല ഉള്ളത്, പകരം CPIയെ തകർക്കാനുള്ള ദുഷ്പ്രചരണമാണ്, ദുഷ്ടബുദ്ധിയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ ഉയരുന്നത്. സി ദിവാകരനും മുല്ലക്കര രത്നാകരനും അതുപോലെ തന്നെ പഴയ റവന്യൂ മന്ത്രിയായ K. ഇസ്മായിൽ അടക്കം നിരവധി പേർ CPIയുടെ നിലവിലെ സംസ്ഥാന നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു തരത്തിലും CPIയുടെ ഇപ്പോഴത്തെ ആഭ്യന്തര നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല. CPഎമ്മിനോട് പൂർണ്ണമായി വിധേയപ്പെടേണ്ട ഒരു ആവശ്യവും CPIക്കില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് CPI ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലോക്സഭയിൽ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധതയുടെ പേരിലാണ് തമിഴ്നാട്ടിൽ 2 ലോക്സഭാ സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞത്. അത് DMK സഖ്യത്തിൻ്റെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിനകത്ത് നിൽക്കുമ്പോഴും CPഎമ്മിന് CPIയെ തകർക്കണമെന്ന ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തായിരുന്നാലും മാവേലിക്കരയായിരുന്നാലും തൃശ്ശൂരിലായിരുന്നാലും വയനാടിലായിരുന്നാലും CPIയോട് CPIഎം കാണിച്ച നെറികെട്ട നയം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് VS സുനിൽകുമാറും മന്ത്രിയായ K. രാജനും T. പ്രസാദുമെല്ലാം. അവർ പരസ്യമായി തന്നെ CPIഎമ്മിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. എന്തോ ആവട്ടെ, CPIഎം ഇനി എന്ത് നടപടിയെടുത്താലും ഇടതുപക്ഷത്തിൽ നിന്നും ജോസ് കെ മാണിയെ വലിയ കാര്യമായി അകത്താക്കിയിട്ട് CPIയെ പുറത്താക്കുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ CPI നിലപാട് തുറന്ന് പറയും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. കൂടെ നിൽക്കുന്നവരെ ചതിക്കാൻ ഒരു വൈമുഖ്യവും കാണിക്കാത്ത CPIഎമ്മിൻ്റെ ഈ തരം താഴ്ന്ന നിലപാടിനെതിരെ കൂടിയാണ് വരുന്നത്. കൊടകര കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഒരു ഒത്തുതീർപ്പ് ഡീൽ എന്ന രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെ നേതാവായ EP ജയരാജനും ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വന്നത്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിർണായകമായ അന്വേഷണം നടത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം BJP നേതാക്കൾക്കെതിരെ ഉണ്ടായില്ല. സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതുൾപ്പെടെ നാടകീയ രംഗങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല? കേന്ദ്രത്തിൽ അവരുടെ ഏജൻസികൾ അവർക്കനുകൂലമായ രീതിയിലേ അന്വേഷിക്കൂ എന്നുള്ളതുകൊണ്ട് ജനങ്ങളുടെ കോടതിയിൽ മാത്രമേ തനിക്ക് ഇനി നീതി കിട്ടുള്ളൂ എന്നുറപ്പിക്കുകയാണ് സുനിൽകുമാർ. തൃശ്ശൂരിൽ താൻ അവിടെ തന്നെ ഉണ്ടാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 വരുമ്പോൾ നമുക്ക് കാണാമെന്നും സുനിൽകുമാർ വെല്ലുവിളിച്ചിരിക്കുകയാണ്.